ഫെബ്രുവരി 10 ബാംഗ്ലൂർ ആശ്രമം ജ്ഞാനദളം 241. ആരാധിക്കുകയോ പൂജിക്കുകയോ ചെയ്യരുത്. സ്വാത്മബോധമില്ലാതെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് ഒരു വൃഥാ പ്രവൃത്തിയാണ്. അങ്ങനെയുള്ള ആരാധന ഭയവും അകൽച്ചയും മാത്രമാണ് സൃഷ്ടിക്കുക. ചിലർക്ക് ആരാധന എന്ന് പറയുമ്പോൾ തന്നെ മനോവിഭ്രാന്തിയാണ്. ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഈർഷ്യ തോന്നും. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത തരത്തിലാണ് ആരാധനാ രീതികൾ. ചിലർ മാർപ്പാപ്പയെ ആരാധിക്കുന്നു, മറ്റുള്ളവർ പോപ്പ് സ്റ്റാറുകളെ ആരാധിക്കുന്നു. ചിലർക്ക് രാഷ്ട്രീയക്കാരോടാണ് ഭ്രാന്ത്. കുട്ടികളെ നോക്കൂ, അവർ സ്വന്തം ഹീറോകളുടെ പോസ്റ്ററുകൾ ചുമരിൽ എല്ലായിടത്തും ഒട്ടിക്കാറുണ്ട്. ആരാധന മാത്രമാണെങ്കിൽ നിങ്ങൾ ഒരു ഫാൻ ആണ്. സ്വാത്മബോധവും ആരാധനാപാത്രത്തിൽ ഈശ്വരനെ കാണുന്നതും നിങ്ങളെ ഭക്തനാക്കുന്നു. സ്വാത്മബോധമില്ലാതെ ആരാധിക്കുന്നവരും ആരാധനയ്ക്കെതിരായവരും ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്നവരെ പോലെയാണ്. അവർ ഭയത്തിൽ പെട്ടുകിടക്കുകയാണ്. ഞാൻ നിന്റെ ദൈവമാണ്, എനിക്ക് മുന്നിൽ നിനക്ക് വേറെ ദൈവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ബൈബിൾ പറയുന്നു. ഭാരതീയ പുരാണ ഗ്രന്ഥങ്ങളിലും പറയുന്നത് ഇതുതന്നെ. ചേതനയുടെ ഞാൻ ഉണ്ട് എന്ന അവസ്ഥ മാറ്റി നിർത്തി ദൈവത്തെ ആരാധിക്കുന്ന ആൾ മന്ദതയുള്ളവനാണ്. സമർപ്പണവും സമർപ്പിച്ചതും സമർപ്പിക്കുന്നവനും എല്ലാം ഒന്നാണ്. ജയ് ഗുരുദേവ്.